കൂട്ടായ്മ അവിടെ ഇല്ല. ഉണ്ടോ? 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 കൂട്ടായ്മ ഇല്ല അവിടെ. ലക്ഷ്യമെന്താ? ഗോതമ്പ് പെടരുത് അല്ലേ? ഗോതമ്പ് പെടരുത്. ആരുടെ കയ്യില്? എതിരിന്റെ ശക്തിയുടെ കയ്യിൽ പെടരുത്. നാളുകളായി ആഗ്രഹിച്ച വിഷയമാണ്. എന്ത്? പ്രയാസപ്പെടുന്ന നഷ്ടമായ, തനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത, തന്റെ മടിയിൽ വരേണ്ട അളവ് അല്ലെ തന്റെ ജാതി അനുഭവിക്കേണ്ട നന്മ കിട്ടാതിരിക്കുമ്പോൾ വേദനയോടെ നിന്ന് വല്ലതും ഒക്കെ പറയേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ ദൂതനെ ഇറക്കത്തക്കവണ്ണം ഒറ്റയ്ക്ക് മതിച്ചെന്ന്. പക്ഷെ ഉള്ളിലിരിപ്പെന്താ? കോവ ഉപേക്ഷിച്ച്. കോവ ഇപ്പൊ കൂടെ ഇല്ല. ഇപ്പൊ അത്ഭുതം ഇല്ല. സ്തോത്രം, സ്തോത്രം. ശക്തിയോടെ മെതിച്ച് ഗോതമ്പിന്റെ അവൻ അവകാശം പൂർണ്ണമായി മടിയിലെടുക്കുവാൻ സമ്പന്നനായവൻ. അവൻ അത്ര ശക്തമായ മെതിയ. നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് മെതിക്കാൻ പറ്റുന്നുണ്ടോന്ന്? നമ്മളിപ്പോ ശക്തിയോടെ ഒന്നും മെതിക്കരുത്. മതിയെന്ന് വെക്കും. പാട്ട് പാടിയാൽ സ്തോത്രം. കുറ്റമല്ല. ആമേൻ, ആമേൻ. ബന്ധിക്കപ്പെട്ടവരകത്ത് വരുമ്പോ, ബന്ധിക്കപ്പെട്ടവരകത്തുണ്ട്. ബന്ധിക്കപ്പെട്ടവരകത്തിരിക്കുമ്പോ വളരെ ചിറക് താഴ്ത്തി ശത്രുവായവൻ ഒതുക്കി മതിയെന്ന് വെപ്പിക്കുമ്പോ, ഇല്ല ഞാൻ വിട്ടുകൊടുക്കയില്ല, ഞാൻ അനുഭവിക്കേണ്ട, എന്റെ കുടുംബം അനുഭവിക്കേണ്ട, ആമേൻ, ഞാൻ ആനന്ദിക്കേണ്ട, ഞാൻ സന്തോഷിക്കേണ്ട, ഞാൻ മടിയിലെടുക്കേണ്ട, ആമേൻ, ഞാൻ ആമേൻ പൂർണ്ണതയിൽ എത്തേണ്ട, തികവാകേണ്ട, ശുഭമാകേണ്ട, മാർഗമൊരുക്കേണ്ട, യാത്രയൊരുക്കേണ്ട, ആമേൻ, വിഷയങ്ങളിൽ വരുന്ന വിടുതലിനെ തടസ്സമാക്കി ഇതിനകത്ത് ഒരെണ്ണം ഇരിക്കാൻ പാടില്ലെന്ന് തീരുമാനം. ഗിദെയോനെ, നിന്റെ തീരുമാനം എന്താ? നാളുകളായി അനുഭവിക്കുന്ന നഷ്ടമാണോ, കഷ്ടമാണോ, മെതി നിനക്കറിയാം. പോരാളിയാ, മെതിയറിയാം. ആമേൻ. നാം അനുഭവിക്കേണ്ട നന്മയെ പിടിച്ചു വച്ചിരിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുക്കുവാൻ ഒരു ഉടമ്പടി ആവശ്യമാണ്. കയ്യിൽ പെടരുത്. ഉടമ്പടി, പെട്ടുകിടക്കുന്ന ചിലതിനെ കുറിച്ചുള്ള ഉടമ്പടി. അവൻ ദൈവവുമായി അവൻ കൈ കൊടുക്കേണ്ട വിഷയം. സാരമില്ല, അവരെല്ലാം ഇരുന്നോട്ടെ. അല്ല, ആമേൻ. നിന്റെ ആമേൻ അസ്ത്രത്തെ, നിന്റെ വാളിനെ ദൈവം മൂർച്ച വെപ്പിക്കുന്നത് പരുവരുത്ത പ്രതലത്തില്ല. ഓർത്തോണം. പകലിൽ പരിശുദ്ധാത്മാവ് പറയുക, പെട്ടതിനെ നോക്കിയിട്ട് അവിടെ ഇരുന്നോ. വിട്ടുകൊടുക്കയില്ലെന്നുള്ള തീരുമാനം. ചാമാറായ ശേഷിപ്പിരുന്നാൽ എത്രത്തോളമാ ആരാധന ഉയരുന്നത്? ഇല്ല, അല്പം മതി എന്ന് വെച്ചാൽ അങ്ങനെ ഉയർന്നു വരുന്നത്. ഇത്രത്തോളം മതി, ഇങ്ങനെ മതി, ഇത് മതി എന്ന് വെച്ചാൽ എവിടെയാ ജീവൻ? പെട്ടുകിടക്കുന്നതിന്റെ മേലുള്ള ദൃഷ്ടി ഗിദെയോനുണ്ട്. എന്താണ് നാളുകളായി ഞാൻ അനുഭവിക്കുന്ന ക്ലേശം? എന്റെ ദൈവം ഈ കളരിയിൽ കൊണ്ടുവന്നത് പെട്ടുകിടക്കുന്നതിനെ അഴിക്കാനാണ്. സഭയുണ്ടാക്കി കൊടുത്ത ആത്മാക്കളെ കിട്ടി അവരുടെ ഇച്ചിരി നന്മയോ അവരുടെ ദശാംശം അല്ല നമ്മുടെ ലക്ഷ്യം.
ആമേ നീ അല്പത്തിൽ നീ ആമേ വിധു കാണിച്ചാൽ അധികം നിന്നെ തേടി വരും. ആമേ രക്തം ചെയ്യാമെടുക്കട്ടെ. ഗിദെയോനെ സംശയം എന്താ? ഇപ്പോൾ യഹോവ ഉപേക്ഷിച്ചെന്ന് പ്രതികരിക്കുന്ന ശക്തിയെ കണ്ടുകൊണ്ട്, എതിരിട്ട് വാദിക്കുന്നവരെ കണ്ടുകൊണ്ട്, അടച്ചു കളയുകയും ഓടിക്കുകയും ചെയ്യുമെന്ന് പറയുന്നവരെ കണ്ടുകൊണ്ട് എന്തിനാ ഗിദെയോനെ നീ അരമുറുക്കാതിരിക്കുന്നത്? എങ്ങനെയാ ഗിദെയോൻ അവിടെ വന്നത്? വായിച്ചത് 6:11. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബീയേസെരായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ, നീ വരുന്നതിന് മുമ്പ് ദൂതൻ നിന്റെ മുൻപിൽ ഇറങ്ങിയിരിക്കുക. ഗിദെയോനെ നീ കളത്തിൽ വരണ്ട. നീ ലക്ഷ്യബോധമുള്ളവനായി ഉടമ്പടിയോടെ ദൈവസന്നിധിയിൽ നിൽക്കുമെങ്കിൽ അവേ നിന്റെ മുമ്പിൽ നിനക്കായി ദൂതൻ ഇറങ്ങിയിരിക്കുക. നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളതൊക്കെ ദൈവത്തിന് അറിയാം. അവേ ഇപ്പോൾ പെട്ടുകിടക്കുക. 1, 2 യഹോവ എന്നെ ഉപേക്ഷിച്ചു. ആമേ 3 ആമേ ഇപ്പൊ അത്ഭുതം എവിടെ? ആമേ നാളുകളായി നീ ആഗ്രഹിക്കുന്ന ചില മറുപടികളുണ്ട്. നാളുകളായി നീ ആഗ്രഹിച്ച ഒരു അനുഭവത്തിന്റെ പൂർത്തീകരണം നടക്കുവാനുണ്ട്. നാളുകളായി ആമേ നിന്റെ ഹൃദയത്തിന്റെ വ്യഗ്രതയെ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു വിഷയം ദൈവസന്നിധിയിൽ വെച്ച് നീ ഉരുകുന്നുണ്ട്. ആവർത്തനം 9 പറയുന്നു, ഇസ്രായേലേ നീ കേൾക്കുക, ഞാൻ നിന്റെ മുൻപിൽ ഇന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നുപോയി ചിലതിനെ ഞാൻ നിരത്തി തരുമെന്ന്. എന്നാൽ ആരോടാണ് പറഞ്ഞത്? ആവർത്തനം 9 എന്താ പറയുന്നത്? ഇസ്രായേലേ നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള ഇസ്രായേൽ ആണെങ്കിൽ കേട്ടാ മതി, പുറത്തുള്ളവനല്ല. ഇസ്രായേൽ ആരാ? ആമേ പ്രതികൂലത്തെ അതിജീവിച്ചവനാ. ആമേ അവൻ ആരാ? ദൈവത്തെ അനുസരിച്ചവനാ, പ്രമാണത്തിനകത്ത് നിൽക്കുന്നവനാ. ആമേ പ്രമാണം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നവനാ. ആമേ പ്രമാണത്തെ പൂർണ്ണമായി അംഗീകരിച്ചവനാ. പ്രമാണം ആമേ ആമേൻ അവന് ഭക്തിയാ, അതിലൂടെ അവൻ ജീവിക്കുന്നവൻ. എന്നാൽ കേൾക്കാൻ പറയുന്നത് വീണ്ടും ഇസ്രായേലിനോട് എന്താ? നീ ഇന്ന്, നാളെയല്ല, ഇന്ന് നീ ചിലത് കടക്കും. രക്തം ക്ഷയമടിക്കട്ടെ. അവൻ സുഖമുള്ള കാര്യമല്ല, യോർദാൻ കിടക്കുമെന്ന്. യോർദാൻ എന്തിനെ കാണിക്കുന്നു? പ്രതികൂലത്തിന്റെ ഇരച്ചിൽ, അല്ലെങ്കിൽ പ്രതികൂല ശക്തിയുടെ അമർത്തല്, പ്രതികൂലത്തിന്റെ വാതുവെപ്പ്, പ്രതികൂലത്തിന്റെ എതിരുകള്, പ്രതികൂലത്തിന്റെ ആമയെ കടിഞ്ഞാണിട്ട് പിടിച്ച് വിടുകയില്ലെന്ന് വാദിക്കുന്ന വിഷയങ്ങള്, പ്രതികൂല ശക്തിയുടെ വ്യവഹാരങ്ങള്, പ്രതികൂലത്തിന്റെ ആമയെ തകർച്ചയുടെ അനുഭവങ്ങള്, ആമേ നിന്നെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളിയെ നീ ഇന്ന് കിടക്കുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേലേ കേൾക്കാം. കേൾക്ക്. ആമേൻ. എന്നാൽ ആവർത്തനത്തിൽ തന്നെ 28 പറയുന്നുണ്ട്, 1 ആമേൻ നീ എന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ. ഇപ്പൊ വാക്ക് കേൾക്കുക മാത്രമല്ല, എന്റെ കാര്യം സാധിക്കുന്നവരെ ഞാനത് ഓക്കെ പറയാമെന്നല്ല, അമ്മേ കേട്ട് നീ അനുസരിച്ചാൽ. ഒത്തിരി അഭിഷിക്തന്മാര് ആലോചന കേൾക്കാൻ വരാറുണ്ട്. ഒത്തിരി പേര്. കഴിഞ്ഞ ആഴ്ച അമേരിക്കയിലെ പ്രദേശം വന്ന ആളാ അമേരിക്ക വെച്ചൊരു ദൂത് പറഞ്ഞിട്ട് അതിവിടെ ഒന്ന് പ്രാർത്ഥിച്ചെടുത്ത് പോയി. പുള്ളി അവിടെ പാപ്പരും ഇവിടെയും പാപ്പയാണ്. ഭാര്യയുടെ ചെലവിൽ അവിടെ താമസിക്കുക. പുള്ളി തെരുതരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിർത്തിയത്. പുള്ളി ഉപസിക്കുന്നിടത്തല്ല, നാട്ടിൽ വന്ന് കിടന്ന് ഉപസിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ നാട്ടിൽ വന്നെങ്കിൽ നാട്ടിലെ ശുശ്രൂഷയ്ക്ക്
അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ നാട്ടുകാർക്ക് എന്തെങ്കിലും കൊടുത്താലേ അവരെ അംഗീകരിക്കത്തുള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് ശുശ്രൂഷിച്ച് കാശ് കൊടുക്കുകയെന്ന് നിങ്ങൾ ഓർക്കണം. പുള്ളി കുത്തിയിരുന്ന് ഉപവസിക്കുക നാട് മുഴുവനോടായി. സ്തോത്രം. മക്കളെല്ലാം ഹൈ ലെവലിലാണ്, പുള്ളിക്കൊന്നും കൊടുക്കരുത്. എനിക്കൊരു സൈക്കിൾ പോലും അമേരിക്കയിലില്ല. അങ്ങനെ എന്തിനാ? ദൈവം മാനിക്കുന്നവരെ ആർക്കെങ്കിലും തളർത്താൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ സ്വാർത്ഥതയുള്ളൂ. ആമേൻ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുക, ഒത്തിരി ദാസന്മാർ രൂപാന്തരപ്പെട്ട ദൈവാത്മാവിന്റെ പ്രവൃത്തി നടന്നൊരു ഭവനമായത്. സ്തോത്രപ്പെട്ട പരിശുദ്ധാത്മാവ് പുതിയ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരിക. എന്താ? ഒത്തിരി വാക്ക്, പലരുടെയും വാക്ക്, ബന്ധുക്കളുടെ, ചാർച്ചയുടെ, സഭാംഗങ്ങളുടെ, ദേശക്കാരുടെ, ചുറ്റുവട്ടത്തിലുള്ളവരുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ ഒക്കെ വാക്ക് നമ്മൾ കേൾക്കുന്നതാ. പക്ഷെ ആ വാക്ക് പോലല്ല ഈ വാക്ക്. നീ എന്റെ വാക്ക് ശ്രദ്ധ. സ്തോത്രം. അതിനെ ദൈവം വലിയ വിലയാ കൊടുക്കുന്നു. നമ്മളെപ്പോഴും ഈ മെസ്സേജൊക്കെ ഇഷ്ടംപോലെ കേൾക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ വാക്കിന് വലിയ വിലയില്ല. ആമേൻ. വചനം പറയുമ്പോഴേ പിശാച് പറയുക, അത് കേൾക്കാനല്ല വിളിച്ചത്. എന്റെ അഭിഷേകത്തിന്റെ ശക്തി വചനത്തിൽ കൂടെ വെളിപ്പെടുമ്പോ പിശാചിന് അത് ഇഷ്ടമല്ല. സ്തോത്രം. എന്നാൽ ഇന്ന് പകലിൽ ഒരു പുതിയ വെല്ലുവിളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ, നീ അന്ന് ഇന്ന് അത് കടക്കാൻ പോകെ, കവർ ചെയ്യാൻ പോകും. നീ അത് കവർ ചെയ്യും, ചെയ്തിരിക്കുക. ദൂതൻ ഇറങ്ങിയിരിക്കുക. യോർദാൻ നീ ഇന്ന് കടക്കുവന്നു. ഇന്ന് നീ കടന്നെന്ന് ദൈവമാ പറഞ്ഞത്. നീ കേട്ടിട്ടുണ്ടോ ദൂത്? എന്നാൽ ഇന്ന് കടന്നിരിക്കുക. എന്റെ ഉള്ളിൽ ആശയങ്ങളുണ്ട്, ഇന്ന 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 കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ ഏറ്റവും കൂടുതൽ കൂത്തിച്ചു നിന്ന ജാതിയെ അവൻ അമർത്തുക. നിന്നെ പുല്ല് പോലെ ആക്കിക്കൊണ്ട് എടുത്തു മാറ്റുമെന്ന് പറഞ്ഞവരുടെ മുമ്പില് ജയോത്സവം തരാൻ പോവുകയാണ്. ഓരാ എന്ന കോപയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിനെ ഏൽപ്പിച്ചു തരുമെന്ന്. നീ പോരെന്ന് ചിലർ നിന്നോട് പറയുന്നു. എന്നാൽ ദൈവം പറയാ, ആമേ, നിനക്കിതൊന്നും പോരാ. ആമേ. കാരണമെന്നാ? നീ യാക്കോബിന്റെ വാക്കിന് ശ്രദ്ധ വെച്ചു. ആമേൻ. അവന്റെ വാക്കിന് നീ ശ്രദ്ധ വെച്ചു. ഇത്ര ശക്തിയോടെ മെതിക്കുന്ന ദൂതൻ വ്യക്തിയുടെ മുമ്പിൽ ഇറങ്ങിയെങ്കിൽ 1,85,000 എണ്ണത്തെ അമ്മോന്റെ കളത്തിൽ ഒറ്റപ്പെട്ടിന് വീഴ്ത്തിയ ദൂതനാണ് ദൂതന്റെ ശക്തി. അങ്ങനെയെങ്കിൽ ഗിദെയോന്റെ മുമ്പിൽ ഇറങ്ങിയത് അതേ ദൂതനല്ലേ? ഏറ്റവും ജയമെടുക്കട്ടെ. ചെളിയിട്ട് നികത്തിയത്, ചെളിക്കുണ്ടിൽ പോയത്, ചെളിയിൽ നിന്ന് പൊക്കിയത്, ചേറിൽ വീണ്ടും പുതഞ്ഞു കിടക്കുന്നത്, ഇങ്ങണി പോലുള്ള സാധനങ്ങൾ പിടിച്ചു വെച്ചത്, ലയങ്ങളിൽ അവിഹിത ബന്ധങ്ങൾ നീങ്ങിപ്പോയ ചിലതിനെ കെട്ടടിക്കാൻ ദൈവാത്മാവ് അറിയിക്കുക. രക്തം ചെയ്യാം, രക്തം ചെയ്യാം. പ്രാപിച്ചതല്ല ഇരട്ടി പകിത ശക്തിക്ക് അവൻ വീണ്ടും ജാഗ്രതയോടെ അവനെ അന്വേഷിക്കേണ്ട ദിവസങ്ങൾ അടുത്ത്. രക്തം ചെയ്യാം. ദൂതാണ് ഈ കേൾക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ. ഓ റീബല ഹൗഡി വിഖമന വക്ഷന്തന.
ശൂന്യതയിൽ ഇരുന്ന് നീ പ്രാപിച്ചത് ആമേ അവിഹിതമുള്ളിടത്ത് ചെലവായി പോയി. യേശുവിന്റെ നാമം തെറ്റിക്കിടന്നതിനെ ആമേ നീ ചിലവിട്ട് കൊടുത്തു. സ്തോത്രം, അനുഗ്രഹിച്ചു. എന്നാൽ മടങ്ങി വരുവാൻ ചേറും ചെളിയും കഴുകിക്കളയുവാൻ ആമേ ആമേ ഋണം വച്ച് പഴുത്തിരുന്നതിനെ ആമേ ഞെക്കിക്കഴുകാതെ ഊശിവിട്ടതും ദൈവത്തിന്റെ ആത്മാവ് കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേ ഏറ്റവും ജയമെടുക്കട്ടെ. ഗിദെയോനെ ദൂതനെ ഇറക്കിയപ്പോ നീ എന്തൊക്കെ കണ്ടു? ആമേ നിരാശയുടെ ചില ചോദ്യമല്ലേ ഉള്ളില്. യഹോവ ഉപേക്ഷിച്ചു. ദൈവം എവിടെ? അത്ഭുതം എവിടെ? ഏറ്റവും ജയമെടുക്കട്ടെ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുക, ചില കാര്യത്തിൽ മടങ്ങി വരേണം. ചില വാക്കില്, ചില പ്രവൃത്തിയില്, ചില പ്രവൃത്തി മണ്ഡലത്തിൽ, പ്രാർത്ഥനയുടെ അനുഭവത്തില്, കൂട്ടായ്മ ബന്ധത്തില്, ആമേ സഹകരണത്തില് ആമേ ചിലരോട് ഏകീഭവിക്കുവാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. ആമേ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ